ശംഭു സംസ്കൃതത്തിൽ സംസാരിക്കുന്നത് കേട്ട് അദ്ദേഹത്തിന് അത്ഭുതമായി. ശംഭു ഗുരുദേവാശ്രയനിൽ നിന്നും സംസ്കൃതം അഭ്യസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. കൗമാരത്തിലേക്ക് കടന്ന മുഖം പിടിച്ചുയർത്തി സന്യാസി ശംഭുവിന്റെ മുഖത്തേക്ക് നോക്കി തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അന്ന് പകൽ വൈകുവോളം ആ നൗക യാത്ര തുടർന്നു. സൂര്യൻ അസ്തമിക്കും മുമ്പ് ഏതോ കടവിലെടുത്തു. അവിടെ പല സാധനങ്ങളും നൗകയിൽ നിന്നും ഇറക്കുകയും മറ്റു പലതും കയറ്റുകയും ചെയ്തു. ശംഭു കൗതുകത്തോടെ എല്ലാം കണ്ടുകൊണ്ടിരുന്നു. ശാലിഭദ്രൻ എന്നാണ് തന്റെ പേരെന്നും കാശിക്കടുത്ത് ചമ്പ എന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകുകയാണെന്നും ആ സന്യാസി അറിയിച്ചു. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞ് നൗക അവിടെ നിന്നും യാത്ര തുടർന്നു. അടുത്ത പ്രഭാതത്തോടെ കാശിയിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ ഒരു ചെറിയ കടവിൽ നൗക അടുത്തു. അടുത്തു തന്നെ പുണ്യനഗരമായ കാശിയുണ്ടെന്നും ചമ്പ ഗ്രാമത്തിലെ ക്ഷേത്രമാണ് തന്റെ ലക്ഷ്യമെന്നും സന്യാസി ശംഭുവിനോട് പറഞ്ഞു. അവിടെ കുറച്ചുനാൾ താമസിക്കും. കാളീക്ഷേത്രത്തിലെ പൂജാരി ശിവസോമനുമായി ആധ്യാത്മിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പിന്നെ കാശിയിലെ ചില പണ്ഡിതന്മാരെയും കാണേണ്ടതുണ്ട്, അദ്ദേഹം വിശദീകരിച്ചു. പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് അവിടേക്ക് പോകാം. ശംഭുവിനെയും സന്യാസിയെയും അവിടെ ഇറക്കിയ ശേഷം നൗക മുന്നോട്ടുപോയി. ശംഭു നന്ദിയോടെ നൗകയിലെ ആളുകളോട് യാത്ര പറഞ്ഞു. അങ്ങ് ദൂരെ ഒഴുകിയകലുന്ന നൗകയിലേക്ക് നോക്കി. തന്നെ രക്ഷിക്കാനായി വന്ന നൗക. നൗകയിലെ ആളുകൾ തന്നെ കണ്ടിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ താൻ രക്ഷപ്പെടുമായിരുന്നില്ല. ഭാഗ്യവശാൽ ഈ തീരത്ത് ആശ്രയം തേടുകയാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ അഭയം കിട്ടാനായാൽ നന്നായിരുന്നു. ഈ സന്യാസി തന്നെ സഹായിക്കുമെന്നു തോന്നുന്നു. ജലത്തിൽ മുങ്ങി നിവർന്ന് സൂര്യഗായത്രി ജപിച്ച് സൂര്യനെ വണങ്ങി. വളരെ ആശ്വാസവും ഉന്മേഷവും തോന്നി. പക്ഷേ ഈറൻ മാറാൻ വസ്ത്രമില്ല. ഉടുത്തിരുന്ന വസ്ത്രമേയുള്ളൂ. വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് ഉടുത്തു കരയ്ക്കു കയറി. ശംഭുവിന് അമ്മയെ ഓർമ്മ വന്നു. ഈറൻ ഉടുത്തുകൊണ്ട് നടക്കരുതെന്നും തല നന്നായി തുവർത്തണമെന്നും ഓർമ്മിപ്പിക്കാൻ അമ്മയില്ല. ശംഭുവിന്റെ കവിളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. സന്യാസി ശംഭുവിനെ മാറോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. ശംഭുവിന്റെ മാനസികാവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ആ സന്യാസിയോടൊപ്പം ശംഭുവും കാളീക്ഷേത്രത്തെ ലക്ഷ്യമാക്കി നടന്നു. ഈറനോടെ കാളീദേവിക്ക് മുന്നിൽ ശംഭു സാഷ്ടാംഗ പ്രണാമം ചെയ്തു. താൻ അനാഥനായി. തന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്നോ ഇനി എന്നെങ്കിലും അവരെ കാണാൻ കഴിയുമെന്നോ അറിയില്ല. ഇനി ദേവി മാത്രമാണ് തനിക്ക് തുണ എന്ന വിചാരം ശംഭുവിനെ മനസ്സിനെ അവിടെ സ്വയം സമർപ്പിക്കപ്പെടുവാൻ സജ്ജമാക്കി. നമസ്കരിച്ചെഴുന്നേൽക്കുമ്പോൾ ആ സന്യാസി പൂജാപ്രസാദവുമായി മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ശംഭുവിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. കരയാതെ മകനെ, മഹാകാളീശ്വരി നിന്നെ കാത്തുരക്ഷിക്കും, സന്യാസി പറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പ്രസാദം സ്വീകരിക്കവേ ശംഭു ഇതുവരെയും അടക്കിപ്പിടിച്ചിരുന്ന ചോദ്യം ചോദിച്ചു. ഇത് അങ്ങ് പറഞ്ഞ ചമ്പ എന്ന സ്ഥലമാണോ? അതെ, ഇത് ചമ്പ എന്നറിയപ്പെടുന്ന ഒരു ചെറു ഗ്രാമമാണ്. കാശി രാജ്യത്തിന്റെ ഭാഗം. കാശിക്കടുത്ത് തന്നെയാണ്. പുണ്യസങ്കേതവും വ്യാപാര കേന്ദ്രവുമാണ് കാശി. പുണ്യഗംഗയുടെ തീരത്ത് ശംഭുവിന്റെ ചങ്ങാടം ക്ഷിപ്രയിലൂടെ ഒഴുകി ചർമ്മുന്നതയിലെത്തി. പിന്നീട് യമുനയിലൂടെ ഒഴുകി ഗംഗയിലെത്തി. അതൊരു നീണ്ട യാത്രയായിരുന്നു മകന്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ തടിക്കഷ്ണത്തിൽ യാത്ര ചെയ്ത് നിന്നെപ്പോലൊരു കുട്ടിക്ക് ഇവിടെ വരെ എത്താനായത്. എത്രയോ ജനപദങ്ങൾ കടന്നു വന്നതാണ്. ആരും നിന്നെ രക്ഷിക്കാനുണ്ടായില്ല. എത്രയോ അഗാധങ്ങളായ കയങ്ങളും വിജനവനപ്രദേശങ്ങളും കടന്നു. കാട്ടുമൃഗങ്ങളിൽ നിന്നോ ജലജന്തുക്കളിൽ നിന്നോ അപകടമുണ്ടായില്ല. ആ നാവികർ നിന്നെ കാണുമ്പോൾ കഴുകന്മാർ നിനക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്, ശാലിഭദ്രൻ വിശദീകരിച്ചു. ശംഭുവിന് ആശ്വാസം തോന്നി. ദേവിയുടെ കൃപ കൊണ്ടാണ് തനിക്ക് രക്ഷപ്പെടാനായത്. ആദ്യം അഗ്നിയിൽ നിന്നും പിന്നെ അസംഖ്യം അപകടങ്ങളിൽ നിന്നും. താൻ മാളവമെന്ന തന്റെ രാജ്യം വിട്ട് എത്രയോ ദൂരെ മറ്റൊരു രാജ്യത്താണ് എത്തിയിരിക്കുന്നത്. തന്റെ മാതാപിതാക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാളവത്തിൽ തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ താൻ അനാഥനാണ്. ഗുരു, എനിക്ക് തിരികെ മാളവത്തിലെത്താൻ പറ്റുമോ? ശംഭു ചോദിച്ചു. ക്ഷിപ്രയിലൂടെ ഇനിയൊരു മടക്കയാത്ര സാധ്യമല്ല. ഇവിടെ നിന്നും ഗംഗയിലൂടെ തിരിച്ച് യാത്ര ചെയ്ത് പ്രയാഗ കടന്ന് കൗശാംബിയിലെത്തി പിന്നെ വിദിശയിലെത്തിയാൽ കരമാർഗം ഉജ്ജയിനിയിലെത്താം. മാളവത്തിന്റെ രാജധാനി അവിടെയാണ്.
പക്ഷേ ഒറ്റയ്ക്ക് അങ്ങനെയൊരു യാത്ര സാധിക്കുമോ? ഗുരു, എനിക്കിനി ആരുമില്ല. ഇനി എന്തു ചെയ്യണമെന്ന വിചാരം എന്നെ വിഷമിപ്പിക്കുന്നു. ശംഭു പറഞ്ഞു. എല്ലാവരും തനിയെയാണ് വരുന്നത് മകനെ. തനിയെ തന്നെ പോകുകയും വേണം. കർമ്മമാണ് ഓരോരുത്തരെയും ഓരോ ജീവിതത്തിന് ബാധ്യസ്ഥരാക്കുന്നത്. കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതനായി ദേവിയെ ആശ്രയിക്കൂ. ഈ പ്രപഞ്ച ചൈതന്യത്തെയും അറിയാൻ ശ്രമിക്കൂ, ശാലീഭദ്രൻ പറഞ്ഞു. സ്വാമി, അങ്ങയുടെ ദാസനാകാൻ എന്നെ അനുവദിക്കണം. ജ്ഞാനമാണ് മോക്ഷമാർഗമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജ്ഞാനം ആർക്കും നേടാവുന്നതാണ്. പക്ഷേ അതിന് കഠിനമായ തപസ്യ ആവശ്യമാണ്. യഥാർത്ഥ ജ്ഞാനം മോക്ഷമാർഗവുമാണ്. അതിനായി എന്തു തപസ്യയ്ക്കും ഞാൻ തയ്യാറാണ്. അങ്ങയുടെ ദാസനായി എന്നെ സ്വീകരിക്കൂ. അങ്ങെനിക്ക് ജ്ഞാനത്തിൻ്റെ വഴി കാട്ടിത്തരൂ. വേദവേദാംഗങ്ങൾ അധ്യയനം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. അമ്മയും അച്ഛനും പറയാറുണ്ടായിരുന്നു. നീ എൻ്റെ ദാസനാകേണ്ട, കാളിമാതാവിൻ്റെ ദാസനാകൂ. നിനക്ക് വേണ്ടതെല്ലാം അമ്മ തരും. അമ്മ കൃപാനിധിയാണ്, ജ്ഞാനദായിനിയാണ്. ദേവിയെ അറിയൂ. എല്ലാ ജ്ഞാനവും നിനക്ക് ലഭ്യമാകും. ക്ഷേത്രത്തിലെ പൂജാരി ശിവസോമനായിരുന്നു. ശാലീഭദ്രൻ ശിവസോമനെയും ശംഭുവിനെയും പരസ്പരം പരിചയപ്പെടുത്തി. ശംഭുവിനെ ഗംഗയിൽ കണ്ടെത്തിയതും അവൻ്റെ നിസ്സഹായ അവസ്ഥയും ശിവസോമന് വിശദീകരിച്ചു കൊടുത്തു. 2-3 ദിവസം ശംഭു ക്ഷേത്രത്തിൽ തന്നെ ശാലീഭദ്രൻ്റെ കൂടെ കഴിഞ്ഞു. പ്രഭാതത്തിൽ അദ്ദേഹത്തോടൊപ്പം എഴുന്നേൽക്കുകയും ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കുകയും മറ്റും ചെയ്തു. പൂജാരി ശിവസോമനും ശംഭുവിനെ ദിവസങ്ങൾ കഴിയുന്തോറും കൂടുതൽ ഇഷ്ടമായി. പക്ഷേ ശിവസോമൻ്റെ മുഖത്തെ ദുഃഖഭാവം ശംഭുവിനെ ചിന്തിപ്പിച്ചു. ഒരു ദിവസം ശംഭു ശാലീഭദ്രനോട് ചോദിച്ചു. ഗുരു, സ്വാമി ശിവസോമൻ പലപ്പോഴും തികഞ്ഞ ദുഃഖഭാരത്താൽ വിതുമ്പുന്നത് കാണാറുണ്ട്. അങ്ങേക്കറിയാമോ എന്തു കാര്യമാണ് അദ്ദേഹത്തെ ദുഃഖിപ്പിക്കുന്നതെന്ന്? ശാലീഭദ്രൻ ശംഭുവിനെ നോക്കി. അദ്ദേഹം ഈ